സിന്ദൂരരേഖ ഭാഗം 74. അതുകൊണ്ട് തൻ്റെ ഉള്ളിലുള്ള സംശയം അവനോട് ചോദിച്ചപ്പോൾ അതിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം നൽകിയില്ലെങ്കിലും അവൻ പറഞ്ഞ ഉത്തരത്തിൽ അവൾ തൃപ്തയായിരുന്നു. അതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും തനിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും ഒരിക്കൽ അവനായിട്ട് തന്നെ തന്നോട് പറയും എന്നൊരുറപ്പും അവളിലുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് ഉത്സവത്തിൻ്റെ അവസാന ദിവസമാണ്. ഈ ദിവസം കൂടി കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ തിരികെ വീട്ടിലേക്ക് പോകണം എന്നാണ് എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അവിടുത്തെ വീട് അടച്ചു പൂട്ടിയിട്ട് വന്നിട്ട് ഇന്നേക്ക് 7 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അതായത് ഒരാഴ്ചയായി. ഈ ഒരാഴ്ച സമയം കൊണ്ട് തന്നെ ഗാർഡനിലുള്ള ചെടികളും മരങ്ങളും ഒക്കെ ഇല പൊഴിച്ചും ആകെ വീട് നാശമായി കിടക്കുമായിരുന്നു എന്നാണ് അമ്മ പറയുന്നത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് തിരികെ വീട്ടിലേക്ക് പോയാൽ മതി എന്ന ചിന്തയിലാണ് അമ്മയും മനുവും എല്ലാവരും. ഉണ്ണിക്ക് കാലിൽ ഫ്രാക്ചർ ഉള്ളതുകൊണ്ട് നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ എങ്കിലും പ്രത്യേകിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല. വാക്കർ ഉപയോഗിച്ച് നടക്കാൻ പറ്റും. നെറ്റിയിലെ മുറിവും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ അമ്പലത്തിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം അമ്മാളുവിൻ്റെ വീട്ടിലും കൂടി കയറിയതിന് ശേഷമാണ് എല്ലാവരും തിരികെ വീട്ടിലേക്ക് വന്നത്. വിചാരിച്ച് അത്രയും ഇല്ലെങ്കിൽ പോലും വീടിൻ്റെ വരാന്തയിലും മുറ്റത്തുമൊക്കെ ഇലകൾ വീണ് ആകെ നശിഞ്ഞു കിടക്കുമായിരുന്നു. അതെല്ലാം വൃത്തിയാക്കുക എന്ന ജോലിയിലേക്കായിരുന്നു ആദ്യം അമ്മാളുവും അമ്മയും കൂടി തിരിഞ്ഞത്. അവരുടെ കൂടെ ഒരു സഹായത്തിനെന്ന രീതിയിൽ മനുവും കൂടി. ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം ഉണ്ണി ഇപ്പോൾ വീട്ടിൽ നിന്ന് തന്നെയാണ് നോക്കുന്നത്. കൂടെ സഹായത്തിനായിട്ട് മനുവും ഉണ്ടല്ലോ. ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം അവൻ്റെ വിശ്വസ്തനായ സെക്രട്ടറി എല്ലാ ദിവസവും കൊണ്ടുവന്ന് കൊടുക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉണ്ണി വരാന്തയിലെ കസേരയിൽ ഇരിക്കുകയാണ്. അമ്മാളു മുറ്റത്തെ ഇലകളെല്ലാം അടിച്ചു വാരുവാണ്. ഗാർഡനിൽ വളർന്നു നിൽക്കുന്ന ചെടികളുടെയൊക്കെ ചില്ലകളും ആവശ്യത്തിലധികം വളർന്ന കൊമ്പുകളും ഒക്കെ വെട്ടിമാറ്റുകയാണ് മനു. അമ്മാളു അടിച്ചെടുക്കുന്ന ഇലകളെല്ലാം ഒരു കൂടയിലാക്കി കൊണ്ടുപോയി കളയുകയാണ് അമ്മ. എല്ലാവരും ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഉണ്ണി മാത്രം ഒന്നും ചെയ്യാതെ വരാന്തയിൽ വെറുതെ ഇരുന്ന് കാഴ്ച കാണുന്നത് പോലെ എല്ലാവരെയും മാറി മാറി നോക്കുന്നുണ്ട്. എടി ഏട്ടത്തി, ശരിക്കും അങ്ങോട്ട് കുനിഞ്ഞു നിന്ന് അടിക്ക്, നടുവൊക്കെ അങ്ങോട്ട് വളയട്ടെ. പണിയെടുക്കാത്തത് കൊണ്ട് ഒന്നിനും കഴിയില്ലല്ലോ. അമ്മാളുവിനെ വട്ടുപിടിപ്പിക്കാനായിട്ട് വരാന്തയിലിരുന്ന് ഉണ്ണി ഉറക്കെ വിളിച്ചു പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ ഇന്നിവിടെ ഒരു യുദ്ധം നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് അമ്മയ്ക്കും മനുവിനും മനസ്സിലായി. മുറ്റമടിക്കുന്നത് നിർത്തി അമ്മാളു ഉണ്ണിയെ ഒന്ന് നോക്കി. എൻ്റെ കയ്യിൽ ചൂലാണ് ഇരിക്കുന്നത് ഉണ്ണിയേട്ടാ, വെറുതെ 1.5 കാലിന് പണി വാങ്ങണ്ട. എന്താ വിളിച്ചത്? 1.5 കാലനെന്നോ? പിന്നല്ലാതെ, ഒരു കാലിൻ്റെ പകുതി പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്ന ആളെ 1.5 കാലൻ എന്നല്ലാതെ 2.5 കാലൻ എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. അമ്മ ആൾ കളിയാക്കി. അമ്മയെ ഏട്ടനുമൊക്കെ ഇത് കേൾക്കുന്നുണ്ടോ? ഉവ്, കേൾക്കുന്നുണ്ട്. കേൾക്കാതിരിക്കാൻ ഞങ്ങൾ ചെവിപൊട്ടന്മാരൊന്നും അല്ലല്ലോ. ഉത്തരം പറഞ്ഞത് മനുവാണ്. എന്നിട്ടെന്താ ആരും ഒന്നും പറയാത്തത്? ഓ, നിങ്ങൾ തമ്മിലുള്ളത് നിങ്ങൾ തന്നെ അങ്ങോട്ട് പറഞ്ഞു തീർത്താൽ മതി. വെറുതെ അതിലേക്ക് ഞങ്ങൾ രണ്ടുപേരും ഇടപെടാൻ വരുന്നില്ല. അത് പറഞ്ഞുകൊണ്ട് അമ്മയും മനുവും അവർ ചെയ്തിരുന്ന ജോലിയിലേക്ക് തന്നെ തിരിഞ്ഞു. ഉണ്ണിയെ നോക്കിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് അമ്മാളുവും തൻ്റെ ജോലി തുടർന്നു. അങ്ങനെ ദിവസങ്ങൾ പതിയെ കഴിഞ്ഞുപോയി. 3 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഉണ്ണിയുടെ കാലിലെ പ്ലാസ്റ്ററൊക്കെ അയച്ചു. ഇപ്പോൾ സാധാരണ പോലെ എല്ലാ ദിവസവും അവൻ ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. അമ്മാളുവിന് കോളേജ് തുടങ്ങി. അതുകൊണ്ട് അവളിപ്പോൾ കോളേജിലേക്ക് പോവാണ്. മനുവിന് വിശാഖപട്ടണത്ത് പുതിയ എക്സിബിഷൻ തുടങ്ങിയെങ്കിലും അങ്ങോട്ടേക്ക് ഇപ്പോൾ ഒന്നും പോകുന്നില്ല എന്ന തീരുമാനത്തിലാണ് അവൻ. അതെന്താണ് പോകാത്തതെന്ന് ചോദിച്ചിട്ട് അവൻ പറയുന്നില്ല. എങ്കിലും ഇപ്പോഴൊന്നും ഒരിടത്തേക്കും പോകുന്നില്ല എന്നാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ ആ ഒരു തീരുമാനത്തിൽ തന്നെ അമ്മാളുവിന് ചെറിയ രീതിയിലൊരു സംശയം തോന്നുന്നുണ്ട്. എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നത് പോലെ എന്നവൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുമുണ്ട്. എങ്കിലും അവൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് ചികഞ്ഞന്വേഷിക്കാനോ കണ്ടുപിടിക്കാനോ അത് ചോദിച്ചറിയാനോ അവൾ ശ്രമിക്കാറില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവനായിട്ട് തന്നെ തന്നോട് പറയും എന്ന മട്ടാണ് അവൾക്ക്. മാത്രമല്ല, അവളുടെ കോളേജ് തുറന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ കാര്യങ്ങളും മറ്റുമായിട്ട് അമ്മാൾ നല്ല രീതിയിൽ തിരക്കിലായി പോവുകയും ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുക, കുളിച്ചൊരുങ്ങി കോളേജിലേക്ക് പോകുക, വൈകിട്ട് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ അമ്മയെ സഹായിച്ചു കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുക, ചെയ്യാനുള്ള ജോലികളൊക്കെ ചെയ്തു തീർത്തതിന് ശേഷം കിടന്നുറങ്ങുക. അതല്ലാതെ ഉണ്ണിയോടും മനുവിനോടും ഒന്ന് തല്ലുപിടിക്കാനുള്ളൊരു സമയവും ശേഷിയോ അവൾക്കിപ്പോൾ ഇല്ല. അങ്ങനെ ദിവസങ്ങൾ വീണ്ടും പതിയെ കഴിഞ്ഞുപോയി. അങ്ങനെ ഒരു ദിവസം രാത്രി ഉറങ്ങാനായി മുറിയിലേക്ക് വന്നപ്പോഴാണ് മനുവിനെ ഉണ്ണി വിളിച്ചോണ്ട് പോയത്. അത് കണ്ടതും അവൻ എപ്പോഴെങ്കിലും വരട്ടെ എന്ന് കരുതി അമ്മാള് കട്ടിലിലേക്ക് കിടന്നു. എന്താ ഉണ്ണി? വളരെ ഗൗരവത്തോടെ തന്നെ വന്ന് വിളിച്ചത് കൊണ്ട് തന്നെ ബാൽക്കണിയിലായിരിക്കുന്ന അവൻ്റെ അടുത്തേക്ക് മനു വന്നുകൊണ്ട് ചോദിച്ചു. ഏട്ടാ, ഹീസ് കമ്മിങ്. എന്ന്? അടുത്ത മാസം വന്നാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഹി വോണ്ട്സ് ടു ജോയിൻ നെക്സ്റ്റ് വീക്ക്. അതുകൊണ്ട് നാളെ തന്നെ ഹോസ്പിറ്റലിലേക്ക് വരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവനെ തടയണ്ട, വരട്ടെ. ഏട്ടാ, പക്ഷേ ഒരു പക്ഷേയുമില്ല. മേക്ക് മൈ സീറ്റ് റെഡി ഇൻ ദ ഹോസ്പിറ്റൽ.
ഗൗരവത്തിൽ തന്നെ മനു തിരികെ പറഞ്ഞതും ഉണ്ണി പെട്ടെന്ന് കേട്ടത് ശരിയാണോ എന്ന രീതിയിൽ അവനെ അത്ഭുതത്തോടെ നോക്കി. ഏട്ടാ, യു ശരിക്കും പറഞ്ഞതാണോ? യെസ്, നാളെ മുതൽ വർമ്മ ഹോസ്പിറ്റൽസിൻ്റെ MD റീജോയിൻ ചെയ്യുന്നു ആഫ്റ്റർ എ ലോങ് ബ്രേക്ക്. ഗൗരവത്തോടെ മനു പറഞ്ഞതും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഉണ്ണി. ഐ എം സോ ഹാപ്പി ഫോർ യു ഏട്ടാ എന്ന് പറഞ്ഞ് ഉണ്ണി മനുവിനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. മനു അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. നാളെ മുതൽ ഈ നാടകത്തിൻ്റെ ക്ലൈമാക്സ് ആണ് ഉണ്ണി, ഇനി ഇത് അധികം നാളില്ല. അങ്ങനെ തന്നെ നിന്നുകൊണ്ട് മനു പറഞ്ഞതും ഉണ്ണിയും അത് ശരിയാണെന്ന രീതിയിൽ ഒന്ന് മൂളി. പിറ്റേ ദിവസം മുറിയിലാകെ അലയടിക്കുന്ന പാട്ടിൻ്റെ ശബ്ദം കേട്ടാണ് അമ്മാള് കണ്ണു തുറന്നത്. പാട്ട് ഉറക്കെ വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അത് അവളുടെ ചെവിയിലേക്ക് അടിച്ചു കയറുന്നത് പോലെ ആയിരുന്നു. പാട്ട് വരുന്നത് ആത്മാവിൽ നിന്നാണ്. അവനും അതിൻ്റെ ഉള്ളിലുണ്ടാകും എന്നവൾക്ക് ഉറപ്പായിരുന്നു. മാനുവേട്ടാ! കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാതെ തന്നെ അവൾ അവനെ ഉറക്കെ വിളിച്ചു. പക്ഷേ പാട്ട് ഇങ്ങനെ ഇത്രയും ഉച്ചത്തിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവൾ മുറിയിലിരുന്ന് ഉറക്കെ വിളിക്കുന്നതൊക്കെ അവൻ ആത്മാവിൻ്റെ അകത്തിരുന്ന് കേൾക്കുന്നുണ്ടോ എന്ന് പോലും സംശയമാണ്. മാനുവേട്ടാ! അവൻ വിളി കേൾക്കുന്നില്ല എന്ന് കണ്ടതും അമ്മാള് വീണ്ടും ഉറക്കെ വിളിച്ചു. ആ എന്ന് പറഞ്ഞ് മനു അതിൽ നിന്ന് വിളി കേട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു. പക്ഷേ അതിൽ നിന്ന് ഇറങ്ങി വന്ന മനുവിനെ കണ്ടതും അമ്മാളും അത്ഭുതത്തോടെ നോക്കിയിരുന്നു. താൻ കാണുന്നത് തന്നെയാണോ സത്യം എന്ന രീതിയിൽ അവളുടെ കണ്ണുകൾ മഞ്ഞളിച്ചു പോയതുപോലെ. മനുവേട്ടാ, എന്താ? മനു അവിടുന്ന് കട്ടിലിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് അവളോട് വീണ്ടും ചോദിച്ചു. ഇതെന്താ ഈ വേഷത്തിൽ? അവനെ ആകെ മുഴുവനായിട്ട് മൊത്തത്തിലൊന്ന് നോക്കിക്കൊണ്ട് എന്തോ അത്ഭുതം കണ്ടതുപോലെയാണ് അമ്മാളും അവനോടത് ചോദിച്ചത്. ഈ വേഷത്തിന് എന്താ കുഴപ്പം? കുഴപ്പമില്ല. മനുവേട്ടൻ ഇങ്ങനെ ഡ്രസ്സ് ചെയ്യാറില്ലല്ലോ. ആര് പറഞ്ഞു ചെയ്യാറില്ലെന്ന്? ഇങ്ങനെയുള്ള ഡ്രസ്സിൽ നീ എന്നെ കണ്ടിട്ടില്ല എന്ന് പറയും. വാട്ട് എവർ. ഇതെന്താ പെട്ടെന്ന് ഈ ഒരു വേഷത്തിൽ, ഇതിനു മുൻപൊന്നും ഇല്ലാത്ത രീതിയിൽ? ഐ എം ഗോയിങ് ടു ഹോസ്പിറ്റൽ. സാധാരണ പോലെ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ അരികിലായി കട്ടിലിലേക്ക് ഇരുന്നുകൊണ്ട് കാലിലെ സോക്സ് വലിച്ചു കയറ്റി. അമ്മാളുവാണെങ്കിൽ അവൻ പറയുന്നതും താൻ കാണുന്നതുമൊക്കെ സത്യമാണോ നേരാണോ എന്നറിയാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് പോലെ ആയിരുന്നു. ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിനെന്തിനാ ഈ വേഷം? അമ്മാളുവിന് എല്ലാം കൂട്ടി വായിക്കാൻ പറ്റാത്തതുപോലെ അവൾ സംശയത്തോടെ അവനോട് വീണ്ടും ചോദിച്ചു. പിന്നെ ഹോസ്പിറ്റലിൽ മുണ്ടും ബനിയാൻ ഇട്ട് പോകാൻ പറ്റുമോ? മനുവേട്ടാ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. കളിയാക്കിയത് മതി, കാര്യം പറയ്. എല്ലാം പറയാം, ആദ്യം നീ പോയെന്ന് ഫ്രഷായിട്ട് വാ. മനു പറഞ്ഞതും വീണ്ടും അവൾ അവനെ ചുറ്റിപ്പറ്റി നിൽക്കാൻ ഒരുങ്ങിയെങ്കിലും അവനൊന്ന് കണ്ണുരുട്ടി നോക്കിയതും അവൾ കുളിക്കാനായി അകത്തേക്ക് കയറി. കുളിച്ചു കഴിഞ്ഞിറങ്ങി വരുമ്പോൾ അവൻ കട്ടിലിൽ അവളെ കാത്തുന്ന പോലെ ഇരിക്കുന്നുണ്ട്. എങ്കിലും അവനെ നോക്കാതെ അവൾ കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്ന് തലയിൽ കെട്ടിവെച്ചിരുന്ന ടവൽ അഴിച്ച് തല തോർത്താൻ തുടങ്ങി. ഇടയിലൂടെ അവനെ നോക്കി, എങ്കിലും അവന് തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടതും കണ്ണുകൾ പരിഭവത്തോടെ വെട്ടിച്ചു മാറ്റി. പിന്നീട് അവനെ നോക്കാൻ നിന്നില്ല. തലതുവർത്തി മുടി കോതിയിടുന്ന തിരക്കിൽ പിന്നെ അവനെ മൈൻഡ് ചെയ്യാനേ പോയില്ല. പക്ഷേ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം തൻ്റെ ഇടുപ്പിലറിഞ്ഞവൻ്റെ കൈകളുടെ മുറുക്കവും തോളിലായി അമരുന്ന അവൻ്റെ താടിയുടെ രോമങ്ങളുടെ മൂർച്ചയും അവളെ വല്ലാതെ തളർത്തി കളഞ്ഞതുപോലെ ആയിരുന്നു. മനുവേട്ടാ! അത്രയും നേരം അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവനിൽ നിന്ന് മുഖം തിരിച്ച് ദേഷ്യത്തോടെയും പരിഭവത്തോടെയും നിന്ന അവളുടെ ശബ്ദത്തിൽ പോലും വിറയൽ സംഭവിച്ചിരുന്നു. അവളുടെ പതർച്ച നിറഞ്ഞ ശബ്ദം കേട്ടപ്പോൾ എന്തുകൊണ്ടോ മനുവിന് ചിരിയാണ് വന്നത്. കണ്ണാടിയിലൂടെ അവളുടെ പതർച്ച നിറഞ്ഞ മുഖത്തേക്ക് നോക്കി അവനൊന്ന് ചിരിച്ചു. എന്താണ്, ഇപ്പോൾ ഒന്നും പറയാനില്ലേ? ഞാൻ റെഡിയാവട്ടെ? നീ റെഡിയായിക്കോ? മനു അപ്പം തന്നെ തിരികെ പറഞ്ഞു. മനുവേട്ടൻ നീങ്ങി നിൽക്ക്. നിനക്ക് റെഡിയാവാൻ വേണ്ടി ഞാൻ എന്തിനാ നീങ്ങി നിൽക്കുന്നത്? അവൻ അവളിലേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്നു. അവൻ്റെ ശബ്ദത്തിൽ കുസൃതിയാണ് നിറഞ്ഞു നിൽക്കുന്നത്. മനുവേട്ടാ, കളിക്കാൻ നിൽക്കല്ലേ. നിങ്ങളല്ലേ എന്നോട് റെഡിയാവാൻ പറഞ്ഞത്? അതെ, പക്ഷെ ഞാൻ പറയുന്ന ഡ്രസ്സ് ഇടണം. കണ്ണാടിയിലൂടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ തന്നെ നോക്കി. അവളെ നോക്കിക്കൊണ്ട് തന്നെ അവൻ മുന്നിലുള്ള അലമാര തുറന്ന് അതിൽ നിന്നൊരു ഡ്രസ്സ് എടുത്ത് അവൾക്ക് നേരെ നീട്ടി. അത് കണ്ടതും പെട്ടെന്ന് വിശ്വാസം വരാത്ത രീതിയിൽ അമ്മാളു അവനെയും അവൻ്റെ കയ്യിലിരിക്കുന്ന ഡ്രസ്സിലേക്കും മാറി മാറി നോക്കി. ഇത് പിടിക്ക്. കണ്ണാടിയിലൂടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മനു വീണ്ടും പറഞ്ഞു. അമ്മാളു അപ്പോഴും എന്താണ് സംഭവിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെയൊക്കെ എന്നൊന്നും മനസ്സിലാവാതെ ഇരിക്കുകയാണ്. നമുക്കൊന്ന് അമ്പലത്തിൽ പോവാം, ഈ സാരി ഉടുത്തു വാ. മനു പറഞ്ഞതും എന്തുകൊണ്ടോ ആ സമയം അവളുടെ കണ്ണുകൾ ഒന്ന് നിറഞ്ഞു വന്നു. അവനോട് തിരിച്ചൊന്നും പറയാനാകാതെ അവൻ്റെ കയ്യിൽ നിന്നും ആ ഡ്രസ്സ് കയ്യിലേക്ക് വാങ്ങാതെ തന്നെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.